അൻവറിനെതിരെ കൂടുതൽ പ്രചാരണം നടത്തണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനം. ലോക്കൽ സമ്മേളനം മുതലുള്ള പൊതുസമ്മേളനങ്ങളിൽ അൻവറിനെതിരെ നേതാക്കൾ സംസാരിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച രേഖയിലെ വിവരങ്ങൾ പൊതുസമ്മേളനത്തിലെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്താനും തീരുമാനം. സെയ്ഫ് സൈനുദ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും അക്കമിട്ട് അതിനെ പ്രതിരോധിക്കാനും എതിർക്കാനുമാണോ CPM സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിച്ചിരിക്കുന്നത്? അത് ഏത് രീതിയിൽ പ്രതിരോധം തീർക്കാനാണ് തീരുമാനം? അൻവറിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ള തീരുമാനം CPMന്റെ സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം പരസ്യമായി തന്നെ അൻവറിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും സമാനമായ നിലപാട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അൻവറിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളത്. ഇപ്പോൾ നിലമ്പൂരിലും മറ്റും നടക്കുന്ന പൊതുപരിപാടികൾ, അൻവറിന്റെ പരിപാടികൾ പങ്കെടുക്കുന്ന ആൾക്കാരിൽ പാർട്ടി നേതാക്കന്മാരില്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരില്ല. 50 പേരാണ് പാർട്ടിയുടെയുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുള്ളത്. അവർ പഴയ ഭാരവാഹികളോ പഴയ പാർട്ടി പ്രവർത്തകരോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുകയും SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ലീഗിന്റെ ആൾക്കാരാണ് അവിടെ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതേസമയം തന്നെ CPM നേതൃത്വത്തിന് അവിടെ ഇപ്പോഴത്തെ പരിപാടികൾ ഉണ്ടാകുന്ന ജനപങ്കാളിത്തത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ആ വിഷയത്തെ രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് CPM എടുത്തിരിക്കുന്ന തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് അൻവറിനെതിരെ നിലപാട് ഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ലോക്കൽ സമ്മേളനങ്ങൾ പൊതുയോഗങ്ങൾ ഉണ്ടാകും, സമാപനത്തിന് പൊതുയോഗങ്ങൾ ഉണ്ടാകും. ആ പൊതുയോഗത്തിൽ അൻവറിനെതിരായ നിലപാട് നേതാക്കന്മാർ തന്നെ എത്തി പരസ്യമായി പറയാൻ വേണ്ടിയുള്ള തീരുമാനമാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനങ്ങളിൽ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോ ആണ് പങ്കെടുക്കുന്നത്. അങ്ങനെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അൻവറിനെതിരായ പാർട്ടി നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനും പാർട്ടി അണികൾക്ക് മുന്നിൽ വിശദീകരിക്കാനാണ് CPMന്റെ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനെതിരാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നലെ ഒരു രേഖ അംഗീകരിച്ചത്. ആ രേഖയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ വിരുദ്ധ പോരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പൊതുയോഗങ്ങളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനവും സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. എന്തായാലും അൻവറിനെതിരായ നിലപാട് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൊതുയോഗങ്ങളടക്കം അൻവറിനെതിരായ നിലപാട് പരസ്യപ്പെടുത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. ദിവ്യ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PV അൻവർ നീക്കങ്ങൾ പുറത്തു വരുന്നത് DMK-യിലേക്ക് എന്ന സൂചനകളാണ്. ചെന്നൈയിലെത്തി നേതാക്കളെയൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ DMK പ്രവേശനം എങ്ങനെയാകും CPM കാണുന്നത്, വിലയിരുത്തുന്നത്? അതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? അതൊരു രാഷ്ട്രീയ കുരുക്കാണ്. ഒരു തരത്തിൽ PV അൻവർ എന്ന രാഷ്ട്രീയക്കാരനിലെ ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാരൻ ഉണർന്നതാണ് DMK-യുമായി നടത്തിയ കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് MK സ്റ്റാലിനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും MK സ്റ്റാലിനും തമ്മിൽ അത്രത്തോളമാണ് ആത്മാർത്ഥമായ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. CPMന്റെ സംസ്ഥാന പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. CPIയുടെ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. കേരളത്തിലെ ഇടതുമുന്നണി രാഷ്ട്രീയവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് MK സ്റ്റാലിൻ. ആ MK സ്റ്റാലിന്റെ പാർട്ടിയോടാണ് CPMവുമായി ഇടഞ്ഞു നിൽക്കുന്ന PV അൻവർ ചർച്ച നടത്തുന്നത് എന്നുള്ളത് വലിയ രാഷ്ട്രീയ കൗതുകമുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ DMK-യുടെ ഭാഗമായിട്ട് PV അൻവർ ചേരുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ CPM നേതൃത്വം DMK എന്ന് പറയുന്ന പാർട്ടിയെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ എങ്ങനെ തള്ളിപ്പറയും? അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചോദ്യം. ആ രാഷ്ട്രീയ കൗശലത്തോടു കൂടിയാണ് PV അൻവർ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു രാഷ്ട്രീയ ചാണകതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിൽ അൻവറിന്റെ ബുദ്ധി വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പിണറായി വിജയന് തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി താൻ മാറുമ്പോൾ എങ്ങനെയാണ് പിണറായി വിജയൻ പരസ്യമായി അല്ലെങ്കിൽ CPM നേതൃത്വം അതിനെ പരസ്യമായി നിലപാട് സ്വീകരിക്കുക എന്നുള്ള ചോദ്യം. അതായത് അൻവറിനെ അങ്ങ് വില കുറച്ച് കാണാൻ വരട്ടെ, പലതരത്തിലുള്ള തന്ത്രങ്ങൾ അൻവർ മെനയുന്നു എന്നത് വ്യക്തമാണല്ലേ സെയ്ഫ്?
അത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം എന്തായാലും ഉണ്ടാകില്ല. അത് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യം അത് തന്നെയാണ്. പിണറായി വിജയൻ എന്ത് പ്രസ്താവന ഇറക്കിയാലും, ഇപ്പോൾ പിണറായി വിജയൻ്റെ ബർത്ത്ഡേ ആയാലും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും എല്ലാം ഏറ്റവും എൻ്റെ സഹോദരൻ എന്ന തലത്തിലാണ് എം കെ സ്റ്റാലിൻ ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയയിലായാലും കുറിക്കുന്നത്. പിണറായി വിജയൻ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അവർ തമ്മിൽ അങ്ങനെ ഒരു ആത്മബന്ധം, രണ്ട് സംസ്ഥാനത്തെ അടുത്തടുത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഇപ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലും എം കെ സ്റ്റാലിൻ സർക്കാരിൻ്റെ നിലപാടിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറഞ്ഞിട്ടില്ല, തിരിച്ചും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊരു രാഷ്ട്രീയ ഐക്യത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. എങ്ങനെയാണ് എം കെ സ്റ്റാലിന്റെ പാർട്ടിയിൽ പി വി അൻവർ ചേരുമ്പോൾ DMK മൊത്തത്തിൽ പിണറായി വിജയന് തള്ളി പറയാൻ കഴിയുമോ? എം കെ സ്റ്റാലിനെ തള്ളി പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയ കൗശലത്തോടു കൂടിയുള്ള സമീപകാലത്ത് കേരളം കണ്ടിട്ടുള്ള വലിയ രാഷ്ട്രീയ നീക്കമായിട്ട്, രാഷ്ട്രീയ തന്ത്രമായിട്ട് വേണമെങ്കിൽ പി വി അൻവറിന്റെ നീക്കത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുകയും ചെയ്യും. ദിവ്യ.